സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ് ഷണ്ണന്മാരെന്ന് പറയുന്നത്. ഷണ്ണന്മാർ സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ല ഷണ്ണന്മാർക്ക്. അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം വേദന അനുഭവിക്കുന്നവരാണ്. എത്യോപ്യയിൽ ഒരു ഷണ്ണൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ മേൽവിചാരകനായിരുന്നു. ഈ മനുഷ്യൻ തൻ്റെ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന തിന്മകൾ, തനിക്കെതിരെ വരുന്ന ദോഷങ്ങളെല്ലാം പലപ്പോഴും ഇവൻ്റെ ഹൃദയത്തിൽ വളരെ ആഘാതമേൽപ്പിച്ചു. ഇവൻ അന്വേഷിച്ച ദൈവമൊന്നും ഇവനെ രക്ഷിക്കാൻ കടന്നു വന്നില്ല. ഏത് മതങ്ങളും ദൈവങ്ങളും കുലങ്ങളും എല്ലാം ഇവനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഇവൻ അന്വേഷിച്ച് ഇസ്രായേലിലെത്തി. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ഇവൻ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ നിയമപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ഷണ്ണന്മാർ ഇതിൻ്റെ അകത്ത് കയറ്റരുതെന്നാണ്. ഷണ്ണനെ നീ പുറത്തു പോക. ഇവനെ ഓടിച്ചു കളഞ്ഞു. നിരാശയോടുകൂടി മരുഭൂമിയിൽ തിരിച്ചു പോന്ന ഷണ്ണന്റെ ഈ ദുഃഖവാർത്ത അറിഞ്ഞൊരു ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ പേരാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ഷണ്ണന്റെ അടുക്കിലേക്ക് ഒരു ദൂതനെ പറഞ്ഞു, എനിക്ക് ഈ മകനെ വേണം. ലോകം മുഴുവനും ഈ മനുഷ്യനെ തള്ളിക്കളഞ്ഞെങ്കിലും, ഈ ഷണ്ണനെ തള്ളിക്കളഞ്ഞെങ്കിലും എനിക്കിവനെ വേണം. ഈ ലോകത്തിലെ പാപികൾ, ഈ ലോകത്തിൽ ചൂഷണം അനുഭവിക്കുന്നവർ, ഈ ലോകത്തിൽ ദരിദ്രർ, ഈ ലോകത്തിലെ ഷണ്ണന്മാർ, ഈ ലോകത്തിലെ കുരുടന്മാർ, ഈ ലോകത്തിലെ അന്ധന്മാർ, അംഗവൈകല്യമുള്ളവർ, ഇവരെയൊക്കെ എനിക്ക് വേണം. കാരണം ഇവർ ദൈവത്തിന്റെ മക്കളാണ്. ഇങ്ങനെ പറഞ്ഞൊരു ദൈവമേ ഈ ലോകത്തുള്ളത് യേശുക്രിസ്തുവാ. ഷണ്ണന്റെ സന്തോഷം മറ്റ് സന്തോഷങ്ങളിൽ കാലും വലുതായിരുന്നു. കാരണം ലോകമെല്ലാം അവനെ വെറുത്തപ്പോൾ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെ അംഗീകരിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന്.